ഹായ്, ഞാൻ മോളമ്മയാണ്. ഷുഗർ ബാറിൽ നിന്നും നമുക്ക് പഴുത്ത മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമല്ലേ. അപ്പം മാങ്ങ വെച്ചിട്ട് ഒരു തട്ടിക്കുട്ട് പായസം ഉണ്ടാക്കാവേ. വളരെ എളുപ്പമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യാം. ഈ നെയ്യൊന്ന് ചൂടായി നല്ലൊരു മണം വരുമ്പം കുറച്ച് കാഷ്യൂ നട്ട്സിനെ ചെറുതായിട്ട് കട്ട് ചെയ്താണേ അതും കൂടി ഇട്ട് അതിനെ ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇനിയും കുറച്ച് ഉണക്കമുന്തിരി എടുക്കാമേ. അത് കറുത്ത കളറോ ഗോൾഡൻ കളറോ ഏത് വേണേലാകാം. സീഡ്ലെസ് ആണെങ്കിൽ നല്ലതാണേ. അതും കൂടെ ഇട്ട് അതൊന്ന് വീർത്ത് വന്നു കഴിയുമ്പം അതും കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനിയും ഇതേ നെയ്യിൽ തന്നെ നമുക്ക് മാങ്ങയെ അരച്ച പൾപ്പ് ആഡ് ചെയ്യാമേ. അതായത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് 3 ചെറിയ പഴുത്ത മാങ്ങകളായിരുന്നു. അതിനെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് വെച്ചതാണ്. അപ്പം ആ പൾപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി അതിൻ്റെ ജലാംശം, ആ വെള്ളത്തിൻ്റെ അംശം മാറ്റി ഡ്രൈ ഫോമിലേക്ക് ആക്കാം. എന്നുമ്പോൾ ഭയങ്കര ഡ്രൈ ഫോമൊന്നുമല്ല, ഒരു സെമി ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാവേ. ഞാൻ ആ പരുവം വരുമ്പോൾ കാണിച്ചു തരാം. ഏതായാലും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടേയിരിക്കാം. ഇങ്ങനെ നെയ്യിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ഈ പരുവം ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സാഗോ സീഡ്സ് ഇല്ലേ, അഥവാ ചവ്വരി എന്ന് പറയില്ലേ, ആ ചവ്വരിയാണ്. ഞാൻ കുറച്ച് കൂടുതലെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 4-5 നമ്മളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള സാഗോ സീഡ് ആഡ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലിൻ്റെ ചെയ്യുന്നത്, അപ്പം ഒരു 7 സ്പൂൺ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പം മാങ്കോയുടെ പൾപ്പും അതുപോലെ തന്നെ സാഗോയും നെയ്യുമായിട്ട് നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ ഒരു പാക്കറ്റ് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി ആ പാലും മാങ്കോയും അതുപോലെ തന്നെയുള്ള സാഗോയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ക്രീമി പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജിനെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ പേജുകൾ റെക്കമെൻഡ് ചെയ്യണേ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടിയത് ഇച്ചിരി ഫ്ലേവറാണ്. അതിനായിട്ട് നമുക്ക് കാർഡമത്തിനെ ചതച്ച് വയ്ക്കാം. അതും ആഡ് ചെയ്യണേ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, നല്ല ഇടിയും മഴയുമാണ്. അപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കാർഡമം ചതച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. കാർഡമം നമുക്ക് അവസാനം ഇട്ടാൽ മതിയേ. പഞ്ചസാര 1/2 കപ്പാണ് ഇട്ടിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു മധുരം നല്ല ന്യായമായ മധുരമുണ്ട് കേട്ടോ. പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ചതച്ച് വെച്ച കാർഡമം ഈ ലാസ്റ്റ് സമയത്ത് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു തിള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ക്രീമി പരുവത്തിലുള്ള പായസം റെഡിയാണ്. പറഞ്ഞ പോലെ കാഷ്യൂ നട്ട്സ് ഇട്ടില്ല, കാഷ്യൂ നട്ട്സും റൈസൻസും കൂടെ വറുത്തതും കൂടെ ആഡ് ചെയ്യുന്നു, തീ ഓഫ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പായസം തന്നെയാണ്, പക്ഷേ അപാര രുചിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. കണ്ടോ, നല്ല ക്രീമിയാണേ. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ചൂടായിട്ട് പായസം കഴിക്കാൻ അടിപൊളിയാണ്. കുക്കിയുടെ പടം വരച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. കുക്കിയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. കണ്ടോ, അടിപൊളിയാണെന്ന് കുക്കിയും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേ.